ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് റാപ്പിഡോ ഓടാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം, ഏകദേശം ഒരു 2-3 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ റാപ്പിഡോ ഓടുന്നത്. റാപ്പിഡോ ഇത്ര നാളും ബാംഗ്ലൂർ ബാൻ ചെയ്തിരിക്കുകയായിരുന്നു. തിരിച്ച് വന്നിട്ട് ഇപ്പോൾ ഒരു കുറച്ച് നാളായുള്ളൂ. ആ ടൈമിൽ എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നില്ല, ബൈക്ക് നാട്ടിലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓണം കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് വന്നപ്പോൾ ബൈക്ക് എടുത്ത് വന്നു. അപ്പോൾ ഇന്ന് തൊട്ടാണ് റാപ്പിഡോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് റാപ്പിഡോൻ്റെ മാറ്റങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി എടുത്താൽ പെട്രോൾ കുറവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിയിൽ പോയിട്ട് നമുക്ക് പെട്രോൾ അടിക്കാം. പെട്രോൾ അടിച്ചിട്ട് ഓടാം. അല്ലെങ്കിൽ ഓട്ടത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ചിലപ്പോൾ പമ്പില്ലാത്ത ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. പമ്പ് അന്വേഷിച്ച് പോയി കുറേ കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടേണ്ടി വരും. അപ്പോൾ നമുക്ക് റൈഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ പെട്രോൾ അടിച്ചിട്ട് റൈഡ് എടുക്കാം. അങ്ങനെ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു 2 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ലിറ്റർ ആകുമ്പോൾ നമുക്കൊരു 80 കിലോമീറ്റർ ഓടാനുള്ള പെട്രോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഫോണും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ എന്നും ഓട്ടോ എടുക്കുന്ന ഏരിയ. ഇവിടെ ഞാൻ വണ്ടി നിർത്തി ഫോണും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കി വെച്ചിട്ടാണ് ഓട്ടോ എടുക്കുക. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റാപ്പിഡോ ഓണാക്കാം. റാപ്പിഡോ ഓണാക്കിയ വശം റാപ്പിഡോയിലത്തെ ഓട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ലൊരു ഓട്ടം നോക്കി എടുക്കുക എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വരുന്നതൊക്കെ അകലേക്കുള്ള ഓട്ടങ്ങളാണ്. ഫസ്റ്റത്തെ ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മാപ്പ് ഓൺ ആക്കിയിട്ട് പിക്കപ്പ് ചെയ്യാൻ പോവാം. അതേ ഫോണൊക്കെ സെറ്റാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് റാപ്പിഡോയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിൽ കൂടെ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നത്തെ ഫസ്റ്റ് ഓട്ടോ എടുക്കാൻ വന്നേക്കാണ്. പക്ഷേ ട്രാഫിക്ക് കുറച്ച് കൂടുതൽ, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. നമ്മൾ ഈ ട്രാഫിക്കിൽ നിന്ന് കസ്റ്റമറെ പിക്കപ്പ് ചെയ്യേണ്ട ലൊക്കേഷൻ എത്തുമ്പോഴേക്കും മിക്കവാറും കസ്റ്റമർ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കസ്റ്റമറെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇതേമാതിരി ബ്ലോക്കിൽ പെട്ട് എടുക്കുമ്പോൾ അവരുടെ സമയം, വിലപ്പെട്ട സമയം പാഴാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവർ പെട്ടെന്ന് നമ്മുടെ ഓർഡർ ക്യാൻസൽ ചെയ്യും, എന്നിട്ട് അടുത്ത വണ്ടി ബുക്ക് ചെയ്യും, അടുത്തുള്ളത് വേറെ. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആകെ ഒരു 150 മീറ്റർ ഉള്ളൂ കസ്റ്റമറെ പിക്കപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബ്ലോക്ക് കാരണം ലോക്കായി കിടക്കുക വഴിയിൽ. അങ്ങനത്തെ കസ്റ്റമറെ പിക്കപ്പ് ലൊക്കേഷൻ എത്തി. കസ്റ്റമറുടെ ഓർഡർ ക്യാൻസൽ ചെയ്തു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ലാസ്റ്റ് ഓർഡർ ക്യാൻസലായി. അപ്പോൾ ഇവിടെ വരെ വന്ന പെട്രോളിൻ്റെ കാശ് വെറുതെ പോയി. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ഓർഡർ വരുന്നുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അതും പിക്കപ്പ് ലൊക്കേഷൻ കുറച്ച് ലോങ് ആവും, 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് വേറെ കഥയില്ല. അപ്പോൾ അടുത്തുള്ളൊരു പിക്കപ്പ് ലൊക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ലോങ് ഓടിപ്പോയി അവിടെ എത്തുമ്പോഴേക്കും കസ്റ്റമർ ക്യാൻസൽ ചെയ്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് അടുത്തൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിവിടെ അടുത്ത് തന്നെയായിരുന്നു പിക്കപ്പ് ഉള്ളത്, ഒരു 400 മീറ്ററിനുള്ളിലാണ്. അപ്പോൾ ഞാൻ വേഗം പോയി കസ്റ്റമറെ പിക്ക് ചെയ്യണം. ഇനി അല്ലെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യും. ഇതിൻ്റെ 2 ഓർഡറും ക്യാൻസലായി, നമ്മൾ എത്താൻ നേരം വൈകിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്കിലും എടുത്തിട്ട് വേണം ഇന്നത്തെ ദിവസം തുടങ്ങാൻ. അങ്ങനെ നമ്മൾ നേരെ കോറമംഗലം എത്തിയിട്ടുണ്ട്. കോറമംഗലം പബ് റോഡിലാണത്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കസ്റ്റമർ. ഫസ്റ്റ് കസ്റ്റമർ ലേഡിയാന്ന് തോന്നുന്നുണ്ട്. സാധാരണ എനിക്ക് ലേഡി കസ്റ്റമർ എടുക്കുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ വെള്ളിയാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ട് ഇവിടെ കസ്റ്റമറെ കാണാനില്ല. അപ്പോൾ നമുക്ക് എത്തിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ കസ്റ്റമർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഓട്ടോക്കാരൊക്കെ ഉണ്ട്. ഇനി അവരെന്തെങ്കിലും സീൻ ഉണ്ടാക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ എത്തിയെന്ന് പറഞ്ഞ കസ്റ്റമർക്ക് മെസ്സേജ് അയച്ചു. കസ്റ്റമർ വരുന്നുണ്ട്. OTP 8860 ಕನ್ನಡ ಬರುತ್ತಾ? ಹಾಂ, ಕನ್ನಡ ಬರುತ್ತೆ ಮೇಡಮ್. No, I'm asking you if you're a vlogger. ಹಾಂ I saw the program, right? ಹಾಂ Are you a vlogger? ಹಾಂ, ಎಸ್ ಮ್ಯಾಮ್. ಮೇಡಮ್ इधर से राइट है क्या? അങ്ങനെ ഞാൻ കസ്റ്റമറെ പിക്കപ്പ് ചെയ്തു. അപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക. ബസവനഗുഡിയിലാണ് കസ്റ്റമറുടെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ. നമുക്ക് അവിടെ പോയി ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത ഓട്ടം എവിടേക്കാണ് കിട്ടുക എന്നുള്ളത് നോക്കണം. ചെറിയ ട്രാഫിക്കൊക്കെ ഉണ്ട് നൈറ്റ് ടൈം ആയതുകൊണ്ട്. സാധാരണ ട്രാഫിക് കുറവാണ്, പക്ഷേ ഈ ഏരിയയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ട്രാഫിക്ക് കിട്ടാറുണ്ട്. ഫസ്റ്റത്തെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ 100 റുപ്പീസ് അതിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വന്നേക്കുക. ഇവിടെ തൊട്ടടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്യണം. മടിവാള ഇവിടെ ഞങ്ങളുടെ കാണിച്ചേക്കുന്നു തോന്നുന്നുണ്ടാണ്. ഞാൻ നമുക്ക് കുറച്ച് എളുപ്പമായി.
കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. കസ്റ്റമറെ പിക്ക് ചെയ്യാം, എന്നിട്ട് ഇവിടുന്ന് ചലിക്കാം. സർ ഒ ടി പി 3548 മലയാളികളെ 3548. ഇവിടെ അങ്ങനെ നേരെ കൊണ്ടോ അതോ തിരിച്ചാ കൊണ്ടോ? കാണാം. ഗുഡ് നൈറ്റ്. അതെ അല്ലേ, ഓക്കെ. ഞാൻ നാട്ടിൽ തൃശ്ശൂർ. ഇവിടെ എവിടെ നാട്ടില്? ആലപ്പുഴ. അങ്ങനെയില്ല, എന്നാലും ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവരെ ജില്ലയിലൊക്കെ പോകുമ്പോഴേ, ഓട്ടോക്കാരുടെ ജില്ലയിലൊക്കെ പോകുമ്പോഴേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തോരം ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും അവർ നമ്മുടെ അടുത്ത് സീൻ ഉണ്ടാക്കും. ഞാനവിടെ പി ജിയിലെ താമസം. ആ, അവിടെ പി ജി 6000. വലിയ കഥയൊന്നുമില്ല, ആന്ധ്ര സ്റ്റൈല് ഫുഡാ. ആ, ഫുഡ് ഉണ്ട്. 3 ടൈം ഫുഡ്. മലയാളിയില്ല, ആന്ധ്ര. അപ്പം അതുകൊണ്ട് ഫുഡും കറികളൊന്നും വലിയ വെടിപ്പല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞിട്ട് 68 രൂപയായിരുന്നു അതിന് ചാർജ്. മലയാളി കസ്റ്റമറായിരുന്നു, പുള്ളിക്കാരനായിട്ട് കഥയൊക്കെ പറഞ്ഞ് സെറ്റായി. പുള്ളി ലാസ്റ്റ് നമുക്ക് 100 രൂപ ചെയ്ത് തന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ അടുത്ത ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ 110 മീറ്റർ ഉണ്ട്. 110 മീറ്ററിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കസ്റ്റമർ ഉണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ ഞങ്ങൾ അടുത്ത കസ്റ്റമർ പിക്ക് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4.5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ബ്ലോക്കിൻ്റെ ഇടയിൽ ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട്. ആംബുലൻസ് നോക്കിയപ്പോൾ ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്തേക്കുക. വണ്ടിയുടെ വീലൊക്കെ നിൽക്കണുണ്ടോ, ഫുള്ള് തള്ളിച്ചിട്ടേക്കണേ. ഫുള്ള് നമ്മുടെ നാട്ടിലെ ട്രാവലറിൻ്റെ മാതിരിയാണ് ഫുള്ള് വർക്ക് ചെയ്തിട്ടേക്കണേ ആംബുലൻസൊക്കെ കൊടുത്ത്. ഇതൊന്നും ഇവിടുത്തെ MVDക്ക് വലിയ ഫീലില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത ഓട്ടം കിട്ടിയിട്ടുണ്ട്, കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ സർ, ബൈ. റാപ്പിഡോയിൽ ഞാനിപ്പോൾ ഓടിയപ്പോൾ പുതിയൊരു കാര്യം കണ്ടിട്ടുണ്ട്, അത് നിങ്ങളുടെ അടുത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചു. റാപ്പിഡോയിൽ ഇപ്പോൾ നമ്മൾ ഓടുന്നതിന് കമ്മീഷൻ ഇല്ല, അതേമാതിരി GSTയും കട്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡോ ഇപ്പോൾ കുറച്ച് നാൾ ബാൻ ചെയ്തല്ലോ. അപ്പോൾ റാപ്പിഡോയിലത്തെ മറ്റേ ക്യാപ്റ്റന്മാർ കുറേ പേര് പണി നിർത്തിയെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ക്യാപ്റ്റന്മാർ കുറവായതുകൊണ്ട് റാപ്പിഡോ ഇപ്പോൾ ഇങ്ങനെ കുറേ നമുക്ക് ഓപ്ഷനും കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മൾ റൈഡ് എടുക്കുന്നതിന് അവരെ കമ്മീഷൻ ഒഴിവാക്കിയിട്ടുണ്ട്, GST ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ റാപ്പിഡോയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റിയ ടൈമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റാപ്പിഡോ വർക്ക് ചെയ്യുക. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഏണിങ്സൊക്കെ ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. 2 ദിവസം മുമ്പ് സർവീസിന് കൊടുത്ത് നാട്ടിൽ നിന്ന് സർവീസ് കഴിച്ച് ഇറക്കിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ചില നേരത്ത് ചാവി ഓണാക്കുമ്പോൾ ഓണാ വണ്ടിയാണ്, ഫോൺ വർക്ക് ചെയ്യേണ്ടിയാണ്. ഇതൊക്കെ റെഡി ആക്കിയെന്ന് പറഞ്ഞാൽ തന്ന വണ്ടിയാണ്. ഇപ്പോഴും പഴയ കംപ്ലൈൻറ്റ് അതേമാതിരി തന്നെയുണ്ട്. ഒരു കടാണ്, ഷോറൂമിൽ കൊണ്ട് വണ്ടിയാണ് ഞാൻ നോക്കുന്നത്. അവരവരെ ജനറൽ സർവീസിൻ്റെ കാശ്, ഓയിൽ ചേഞ്ച്, അത് ഇതെന്നൊക്കെ പറഞ്ഞ പൈസ മേടിക്കും. പിന്നെ അവരുടെ മെക്കാനിക്കൽ സർവീസ് ചാർജിൻ്റെ പൈസ. വണ്ടി പണിയോ അതില്ലയോ. OTP 0627. Sir, 95 sir.
നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഓട്ടം എടുത്ത് ഏകദേശം തീരുമാനമാക്കിയിട്ട് 568 രൂപ ഓടിയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഓട്ടം അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 600 രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഉണ്ടോ 11:30 ഇപ്പോൾ ഇന്നത്തെ ഓട്ടം നിർത്തി. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ. നമുക്ക് നാളെ ബാക്കിയുള്ള ഓട്ടം കാണിക്കാം. ഇന്ന് എത്ര എമൗണ്ട് കിട്ടിയെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗൈസ് നാളെ. അപ്പോൾ അതുവരെയും ബൈ.